أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ഈ ലോകം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടുന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ് അഥവാ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടും അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് ജീവിതത്തിൽ യഥാവിധം പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ മുവഹിദുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരുടെ കൂട്ടത്തിൽ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണെന്ന് ചോദിച്ചാൽ ഏതൊരു വിശ്വാസിയുടെയും ഹൃദയത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു പേരാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനോട് ഏറ്റവും ഇഷ്ടം കഴിഞ്ഞാൽ അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകേണ്ടത്, ഹുബ്ബുണ്ടാകേണ്ടത്, കടപ്പാടുണ്ടാകേണ്ടത്, സ്നേഹമുണ്ടാകേണ്ടത്. റബീഉൽ അവ്വൽ മാസത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന വിശ്വാസി ലോകം റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക, ഹുബ്ബ് ചെയ്യുക എന്ന അർത്ഥത്തിൽ വ്യത്യസ്ത തലത്തിലൂടെ ആളുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വ്യത്യസ്ത തലത്തിലൂടെയുള്ള ആചാരങ്ങൾ മുസ്ലിം സമൂഹത്തിലെ ആളുകൾ കൊണ്ടാടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സ്നേഹിക്കണം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് എത്രമാത്രം കടപ്പാടുണ്ട് എന്നും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ കൊണ്ടു നടക്കണമെന്ന് വളരെ കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് വരച്ച് കാണിച്ചു തരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നിർബന്ധമായിട്ടും ഷഹാദത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ രണ്ടാമത്തെ സാക്ഷ്യവചനം വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അയാൾ സത്യപ്പെടുത്തുകയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് ഒരു മുസൽമാൻ സത്യപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ആ പ്രവാചകനെ കുറിച്ച് അറിയുക, പ്രവാചകനെ കുറിച്ച് പഠിക്കുക, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകൾ എന്തൊക്കെയാണ്,
പ്രവാചക ജീവിതത്തിന്റെ മഹത്വം എന്താണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിത്യ ജീവിതത്തിൽ കാണിച്ചു തന്ന സുന്നത്തുകൾ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തുകൾ എങ്ങനെ ചൊല്ലണമെന്ന്, അള്ളാഹിന്റെ പ്രവാചകരെ എങ്ങനെ ഹുബ്ബ് ചെയ്യണമെന്ന്, അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി കൊണ്ട് അവന്റെ ജീവിതത്തിൽ അവൻ പഠിച്ചിരിക്കുകയും അറിഞ്ഞിരിക്കുകയും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 23 വർഷം കൊണ്ട് അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് അൽ അമീൻ എന്ന് ലോക ജനത മുദ്ര കുത്തിയിട്ടുണ്ടെങ്കിൽ ആ അൽ അമീനെ തിരിച്ചറിയുകയും ആ അൽ അമീന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുസൽമാന്റെ നിർബന്ധ ബാധ്യതയിൽപ്പെട്ടതാണ് എന്നുള്ള തിരിച്ചറിവും ബോധ്യത്തോടും കൂടിയായിരിക്കണം ഈ മാസത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഈ ഒരു മാസത്തിൽ മാത്രമല്ല പ്രവാചകനെ ഇഷ്ടപ്പെടുന്നത്, പക്ഷെ ഈ മാസത്തിൽ പ്രത്യേകമായിക്കൊണ്ട് പ്രവാചക സ്നേഹം പറയാനുള്ള കാരണം പ്രവാചകന്റെ സ്നേഹത്തെ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ വികൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം പ്രവാചകനെ സ്നേഹിച്ചതുപോലെയല്ല ഈ വർഷം വരുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നത്. അതിൻ്റെ കോലവും ഭാവവും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സ്നേഹിക്കണമെന്നുള്ളത് വളരെ കൃത്യമായി കൊണ്ട് അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എടുത്താൽ വിശുദ്ധ ഖുർആൻ നമുക്ക് കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. പ്രവാചക സ്നേഹം നിർബന്ധമാണെന്ന കാര്യത്തിൽ ഒരു മുസൽമാനും വ്യത്യസ്ത അഭിപ്രായമില്ല. ഇസ്ലാമിക ചരിത്രത്തിലേക്ക് തന്നെ നമ്മൾ നോക്കണം. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അവിടുന്ന് തൻ്റെ കൈകൾ ഉമറിന്റെ ശരീരത്തിൽ വെച്ച് ഇപ്രകാരം പറഞ്ഞു, സ്വന്തം ദേഹമൊഴിച്ച് മറ്റുള്ളവരെക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾ അങ്ങയാകുന്നു എന്ന്. എൻ്റെ ശരീരം കഴിഞ്ഞിട്ടാണ് പ്രവാചകരെ അങ്ങ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതികരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ വല്ലദി നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ നഫ്സിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല ഉമറേ, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. നിന്റെ ശരീരത്തെക്കാൾ നീ എന്നെ സ്നേഹിക്കണം ഉമറേ. നിന്റെ ശരീരത്തെക്കാൾ, നിന്നെ സ്നേഹിച്ചതിന് ശേഷമല്ല നീ എന്നെ സ്നേഹിക്കേണ്ടത്, മറിച്ച് ഏറ്റവും കൂടുതൽ കടപ്പെട്ടവൻ സ്നേഹിക്കേണ്ടത് എന്നെയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തപ്പോൾ ഫഖാല ലഹു ഉമർ റളിയല്ലാഹു അൻഹു ഫഇന്നഹു الآن والله لأنت أحب إلي من نفسي فقال النبي صلى الله عليه وسلم الآن يا عمر. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, ഞാൻ എന്നേക്കാൾ കൂടുതൽ അല്ലാഹുവിന്റെ പ്രവാചകരെ അങ്ങയാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്കുണ്ട്, അൽ ആന യാ ഉമർ. ഉമറേ, താങ്കളുടെ വിശ്വാസം ഇപ്പോഴാണ് പൂർത്തിയായത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ സ്വന്തം നഫ്സിനേക്കാൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ കഴിഞ്ഞാൽ ഒരു വിശ്വാസി ഇഷ്ടപ്പെടേണ്ടത് പ്രവാചകനെയാണ് എന്ന് ഉമറിന് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി കൊടുക്കുന്നത് നോക്കൂ. ഇസ്ലാമിക വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിലെ 6-ാമത്തെ ആയത്തിൽ പറഞ്ഞു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് സ്വന്തം ദേഹങ്ങളെക്കാൾ അടുത്തതാകുന്നു, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല. സ്വന്തം ആ പ്രവാചകനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് വരെ, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി ആണയിട്ട് പറഞ്ഞു, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി
വവലദിഹി വന്നാസി അജ്മഈൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് സ്വന്തം പിതാവിനേക്കാളും സന്താനങ്ങളെക്കാളും മുഴുവൻ മനുഷ്യരെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടവൻ ഞാനാകുന്നതുവരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കൂടി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരേറെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ 8 കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച 8 കാര്യങ്ങളെ ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തിനോട് പറയുന്നൊരു വാചകമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇപ്രകാരമാണ്: ഖുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലും മുഖ്തനിഫ്തറഫ്തുമൂഹാ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വഅംവാലിൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിന തർലൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി. വിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്തു തൗബയിലെ 24-ാമത്തെ ആയത്തിൽ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക 8 കാര്യത്തെ മനുഷ്യകുലത്തിനെ ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താണ് ആ 8 കാര്യം? നബിയെ, നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്തും മാന്ദ്യം നേരിടുന്നു നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടവും തൃപ്തിപ്പെടുന്നതുവരെ, ഒന്നുകൂടി എടുത്തു പറഞ്ഞു, നിങ്ങളുടെ പാർപ്പിടങ്ങളും നിങ്ങൾക്ക് അല്ലാഹുവേക്കാളും അവൻ്റെ ദൂതനേക്കാളും അവൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും പോരാട്ടത്തെക്കാളും നിങ്ങളുടെ പ്രവാചകനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അങ്ങനെ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞത് 8 കാര്യത്തെ എടുത്തു പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജീവിതത്തിലെ 8 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ എടുത്തു പറയാം. അതിനേക്കാളൊക്കെ എത്രയോ പ്രിയപ്പെട്ടത് നിങ്ങളുടെ പ്രവാചകനെ നിങ്ങൾ ഇഷ്ടപ്പെടുക, അല്ലാഹു അവൻ്റെ കൽപ്പന കൊണ്ടുവന്നു വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക, അല്ലാഹു ധിക്കാരികളായ ജനങ്ങളെ നേർവഴിയിലാക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. നമ്മുടെ പിതാവിനേക്കാൾ, മാതാവിനേക്കാൾ, മക്കളേക്കാൾ, നമ്മൾ ഉണ്ടാക്കിയ സമ്പത്തിനേക്കാൾ, നമ്മൾ താമസിക്കുന്ന പാർപ്പിടത്തേക്കാൾ, ഇങ്ങനെ എല്ലാറ്റിനേക്കാളും ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത്, ഹുബ്ബ് കാണിക്കേണ്ടത് അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയണം കൂട്ടരെ നമ്മൾ. അതാണ് പ്രവാചകനോടുള്ള ഹുബ്ബ് എന്ന് പറയുന്നത്. അതാണ് പ്രവാചകനെ ഞാൻ ഇഷ്ടപ്പെടുന്നു, പ്രവാചകൻ അനുധാവനം ചെയ്യുന്നു എന്ന് പറയുന്നത്. ആ പ്രവാചകനെ ഇഷ്ടപ്പെടുക, പ്രവാചകനെ സ്നേഹിച്ച സഹാബാക്കളുടെ ചരിത്രമൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച 4ാം ഖലീഫ അലി റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, കൈഫ കാന ഹുബ്ബുകും ലി റസൂലില്ലാഹ്. അല്ലാഹ്, ഞങ്ങൾ അവിടുന്ന് ഞങ്ങളുടെ സമ്പത്തിനേക്കാളും മാതാക്കളെക്കാളും രക്ഷിതാക്കളെക്കാളും മാതാക്കളെക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിന്റെ പ്രവാചകനെയാണ്. കൈഫ, എങ്ങനെയാണ്? അലി റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്, ഹുബ്ബുകും ലി റസൂലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ നിങ്ങൾ എങ്ങനെയാണ് അലിയെ ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങളുടെ സമ്പത്തിനേക്കാളും ഞങ്ങളുടെ മക്കളെക്കാളും ഞങ്ങളുടെ രക്ഷിതാക്കളെക്കാളും മാതാക്കളെക്കാളും ഒന്നുകൂടി അവിടുന്ന് എടുത്തു പറയുകയാണ്, ദാഹിക്കുമ്പോൾ ലഭിക്കുന്ന തടുത്ത വെള്ളത്തേക്കാൾ ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞങ്ങൾ ഏറ്റവും സ്നേഹിച്ചത്, ഞങ്ങൾ ഏറ്റവും ജീവിതത്തിൽ അനുധാവനം ചെയ്തത്, ഞങ്ങൾ ഏറ്റവും ജീവിതത്തിൽ റോൾ മോഡലുകളാക്കിയിട്ടുള്ളത് എൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അലി റളിയല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹുവിന് തിരിച്ചു പറഞ്ഞ മറുപടിയാണ്, നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളമുണ്ടല്ലോ, അത് നമ്മൾ എത്രമാത്രം ഇഷ്ടപ്പെടും, അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബിയുടെ കൂടെ ഹിജറ പോകുവാനുള്ള അവസരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജറ പോകുവാനുള്ള അവസരം അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ വിവരം കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു റഅയ്തു അബൂബക്കർ യൗമഇദിൻ യബ്കി,
പ്രവാചകന്റെ കൂടെ നിഴലായിക്കൊണ്ട് ഏതൊരു സമയത്തും ഉണ്ടായ പ്രവാചകന്റെ കൂടെ ഹിജറ പോകുവാൻ വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹു അവസരം ലഭിച്ചപ്പോൾ സന്തോഷം കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുവരെ സന്തോഷത്താൽ കരയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കൊണ്ട് ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട്. ആ പ്രവാചകന്റെ ഹുബ്ബ്, പ്രവാചകന്റെ കൂടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഹിജറ പോകുന്ന വേളയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ രാത്രി ഇറങ്ങിയ അബൂബക്കർ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ വലതുഭാഗത്ത് കൂടെ അബൂബക്കർ റളിയല്ലാഹു നടക്കും. അല്പം കഴിയുമ്പോൾ ഇടതുഭാഗത്ത് കൂടെ നടക്കും. കുറച്ചു കഴിയുമ്പോൾ പ്രവാചകന്റെ മുന്നിൽ നടക്കും. കുറച്ചു കഴിയുമ്പോൾ പ്രവാചകന്റെ പിറകിൽ നടക്കും. ഈ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, അല്ലയോ അബൂബക്കർ, താങ്കൾ ഇങ്ങനെ നടക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ വലതുഭാഗത്ത് നിൽക്കുമ്പോൾ ഇടതുഭാഗത്തു കൂടെ താങ്കളെ ശത്രുക്കൾ ആക്രമിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ മുന്നിലൂടെ നടക്കുമ്പോൾ താങ്കളെ പിന്നിൽ നിന്ന് ശത്രുക്കൾ താങ്കളെ ആക്രമിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ അങ്ങേ അത്രമാത്രം സ്നേഹിക്കുന്ന പ്രവാചകരെ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞതായിക്കൊണ്ട് ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നു. ആ പ്രവാചകനുമായിക്കൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടോ? പരിശോധിക്കണം നമ്മൾ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതില്ലേ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിത്യജീവിതത്തിൽ ഒരുപാട് സുന്നത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതില്ലേ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ അല്ലാത്ത സമയത്തും സ്വലാത്ത് ചൊല്ലുവാൻ വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ചു തന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതില്ലേ? പ്രവാചകനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ പ്രവാചകന്റെ നിഴലായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേ പ്രവാചകനോടുള്ള ഹുബ്ബ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു പോലും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന് ചരിത്രം രേഖപ്പെടുത്തിയത് ത്വൽഹത്ത് ഇബ്നു ഉബൈദിയ്യ. ആ ത്വൽഹ റളിയല്ലാഹു അൻഹു വിശേഷിപ്പിച്ചതായി കൊണ്ട് പറയാൻ പറ്റും, യാ നബിയല്ലാഹ് ബി അബി അൻത വ ഉമ്മി ലാ തുസ്രിഫ് ബിസ്വാഹിബുക സഹ്മുൻ മിൻ സഹ്മി ഖൗമിൻ തഹ്രി ദൂന തഹ്രി. അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ സുരക്ഷിതമായി കൊണ്ട് എൻ്റെ മാതാക്കളെ റസൂലിന് പകരം നൽകാമെന്നും റസൂലേ താങ്കൾ മുകളിൽ വന്ന് എത്തി നോക്കരുത്. യുദ്ധക്കളത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ മാതാക്കളെക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ അങ്ങയെയാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് താങ്കൾ മുകളിൽ വന്ന് എത്തി നോക്കരുത്. അങ്ങനെ ചെയ്താൽ അങ്ങ് ശത്രുക്കളുടെ അമ്പേൽക്കും. താങ്കളുടെ നെഞ്ചിൻ മുമ്പിൽ ഞാൻ പരിചയം നോണം നിൽക്കുകയാണ് പ്രവാചകരെ. ഉഹദ് യുദ്ധത്തില് ശത്രുക്കൾ കുഴിച്ച ചതിക്കുഴിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണപ്പോ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 9-10 സഹാബാക്കൾ ചുറ്റും നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് വരുന്ന അമ്പുകൾ സ്വന്തം മാറിടം കൊണ്ട്, സ്വന്തം ശരീരം കൊണ്ട് തടുത്തുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച, സ്നേഹിച്ച സഹാബാക്കളുടെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ പ്രവാചകനുമായിക്കൊണ്ട് നമ്മുടെ ബന്ധം എത്രമാത്രം ഉണ്ട് നമ്മൾ ആലോചിച്ച് നോക്കൂ. പ്രവാചക സ്നേഹം ഇങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ആ പ്രവാചകന്റെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ത്വൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്ന് അമ്പുകൾ എത്രമാത്രം ഏറ്റ് ശരീരം വേദനിച്ചപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പോറലേൽക്കുവാൻ പോലും ആ സ്വഹാബാക്കൾ തയ്യാറായിരുന്നില്ല എന്നാണ്. ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും സുന്ദരമായി കൊണ്ട് ബാങ്ക് വിളിച്ചതായിരുന്നു ബിലാൽ ഇബ്നു റബാഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു തേങ്ങിക്കൊണ്ട് മദീന വിട്ടു പോകുന്ന ചരിത്രം നമുക്ക് കാണാൻ പറ്റും. ആ പ്രവാചകനില്ലാത്ത മദീനത്തേക്ക് ഞാൻ കടക്കുകയില്ല എന്ന് ബിലാൽ ഇബ്നു റബാഹ പ്രഖ്യാപിച്ചപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിച്ചു വിളിച്ചു, ബിലാൽ, അങ്ങ് ഈ സ്ഥാനത്ത് വന്ന് ബാങ്ക് വിളിക്കേണ്ടതുണ്ട്. അങ്ങയുടെ ബാങ്ക് കേൾക്കുവാൻ വേണ്ടി സ്വഹാബാക്കൾ കൊതിക്കുന്നു. ബിലാൽ ഇബ്നു റബാഹ പറഞ്ഞു, എന്റെ പ്രവാചകനില്ലാതെ ഞാൻ എങ്ങനെയാ
മക്കത്തേക്ക് തിരിച്ചു വരുമെന്ന്, മദീനത്തേക്ക് തിരിച്ചു വരുമെന്ന് പറയുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അത്രമാത്രം പ്രവാചകനെ സ്നേഹിച്ചവരായിരുന്നു സഹാബാക്കൾ. നമ്മൾ ആലോചിച്ച് നോക്കൂ, ആ പ്രവാചകനുമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവാചകന്റെ സുന്നത്തുകൾ എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കൂ. 5 നേരം വന്ന് പള്ളിയിൽ വന്ന് നമസ്കരിക്കുകയും ആ നമസ്കാര ശേഷമുള്ള സുന്നത്തുകൾ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു. 10 റക്കാത്തുകൾ പ്രവാചകൻ പഠിപ്പിച്ചു. അല്ലെങ്കിൽ ഒരു ഹദീസിൽ 12 റക്കാത്ത്, മറ്റൊരു ഹദീസിൽ 14 റക്കാത്ത്. 10 റക്കായത്തെങ്കിലും നമസ്കാര ശേഷമുള്ള സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിട്ടുപോകാതെ പ്രവാചകൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ നിത്യവും ചെയ്യുന്ന ഒരു കർമ്മമാണ് നമസ്കാരം. ആ സുന്നത്തിനെ നമുക്ക് പിന്തുടരുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവാചകനുമായി കൊണ്ടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ട് നമ്മൾ പരിശോധിച്ച് നോക്കും. സഹാബാക്കളുടെ കൂടെ ജീവിച്ചവരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകനെ കണ്ടും കൂടെ നിന്നും സ്നേഹിച്ചവരൊക്കെയാണ്. പക്ഷെ ഇന്ന് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടെയില്ല. പക്ഷെ നമ്മൾ എങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കും? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുകയും പഠിക്കുകയും മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി കൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് നമ്മൾക്ക് പ്രവാചകനോടുള്ള സ്നേഹം എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിലെ 31-ാമത്തെ വചനത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബിയെ പറയുക, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലാഹുവിൻ്റെ പ്രവാചകനെയും നിങ്ങൾ എന്ത് ചെയ്യണം? ഇഷ്ടപ്പെടണം. ആ പ്രവാചകനെ നിങ്ങൾ പിന്തുടരണം. അങ്ങനെ പിന്തുടരുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരികയും ചെയ്യുന്നവനാണ്. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുമ്പോൾ, പ്രവാചകനെ പിന്തുടരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കണ്ടീഷൻ വെച്ചു, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു തരുന്നതാണ് എന്ന്. ആ പ്രവാചകനെ ഇഷ്ടപ്പെടുവാൻ, സ്നേഹിക്കുവാൻ, ഒരു വിശ്വാസിയുടെ റോൾ മോഡലുകളാകുവാൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അന്തിമ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകകളുണ്ട്. ഓരോ കാര്യത്തിലും, ചിരിയിൽ പോലും പ്രവാചകന്റെ നമുക്ക് മാതൃകയുണ്ട്. പ്രവാചകന്റെ നടത്തത്തിൽ പോലും നമുക്ക് മാതൃകയുണ്ട്. ഓരോ കാര്യങ്ങളും എടുത്തു പരിശോധിച്ച് നോക്കൂ. അതിലൊക്കെ പ്രവാചകനിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ആ മാതൃക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേ ഞാൻ പ്രവാചകനെ ഹുബ്ബ് ചെയ്യുന്നു, പ്രവാചകനെ ഇഷ്ടപ്പെടുന്നു, പ്രവാചകനെ അനുധാവനം ചെയ്യുന്നു എന്ന് നമുക്ക് ആത്മാർത്ഥമായി കൊണ്ട് പറയാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ കേവലം വർത്തമാനമായിക്കൊണ്ട് അത് മാറിപ്പോവുകയുള്ളൂ. അതുകൊണ്ട് പ്രവാചകനെ അറിഞ്ഞുകൊണ്ട് നമ്മൾ അവൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കികളുടെ മുവഹിദുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ നിഗല മേഖല പ്രാവർത്തികമാക്കിക്കൊണ്ട് തെക്കുവയുള്ളവരായി മാറണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചാൽ അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നും വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവർക്ക് ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം അയാൾക്ക് ലഭിക്കും. അള്ളാഹുവിൻ്റെ ഇഷ്ടം പ്രവാചകനെ സ്നേഹിച്ചവർക്ക് ലഭിക്കും. രണ്ടാമത്തത് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപമോചനം നൽകും, പാപങ്ങൾ പുറത്തു കൊടുക്കും. മൂന്നാമത്തെ കാര്യം ചുരുക്കി പറയുകയാണ്, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന വഹസുന ഉലൈക റഫീഖ. അടിവരയിട്ടുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ആയത്താണ് സൂറത്തുൻ നിസായിലെ 69-ാമത്തെ ആയത്ത്.
ആർ അള്ളാഹുയെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നുവോ അള്ളാഹു അനുഗ്രഹിച്ചവരായ പ്രവാചകന്മാർ, സത്യസന്ധന്മാർ, രക്തസാക്ഷികൾ, സച്ചരിതർ എന്നിവരോടൊപ്പമായിരിക്കും സ്വർഗത്തിൽ. അയാൾക്ക് സ്വർഗം ലഭിക്കും. സ്വർഗം മാത്രമല്ല, സ്വർഗത്തിൽ ആരെ കൂടെ ആയിരിക്കുമെന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്, സ്നേഹിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് പ്രവാചകനെ നമ്മൾ സ്നേഹിക്കേണ്ടത്? ഞാൻ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചെന്നോ അത് അനുധാവനം ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമസ്കാര ശേഷമുള്ള സുന്നത്തുകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. വസ്ത്രം ധരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നെരിയാണിക്ക് താഴെ പുരുഷൻ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു. പ്രവാചകന്റെ സുന്നത്ത് നമ്മൾ എടുക്കണം, സ്വീകരിക്കണം. പ്രവാചകൻ പഠിപ്പിച്ചു എന്നത് നമ്മൾ ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ എന്ത് ചെയ്യുള്ളൂ? പ്രവാചകനോടുള്ള ഹുബ്ബുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള പ്രവാചകന്റെ ജന്മം, പ്രവാചകൻ ജനിച്ച ദിവസം പ്രത്യേകമായി കൊണ്ടുള്ള ഘോഷയാത്രകളോ മറ്റോ ഒന്നുമല്ല പ്രവാചക സ്നേഹം. മറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ കൊണ്ടുവന്നത് അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടവും പൊരുത്തവും വാങ്ങിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സച്ചരിതരായ, അതുപോലെ തന്നെ സിദ്ദീഖങ്ങളായ, സ്വാലിഹീങ്ങളായ, ശുഹദാക്കളായ ആളുകളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആ ഒരു കൃത്യമായ ബോധത്തോടു കൂടി ആയിരിക്കണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇഷ്ടപ്പെടേണ്ടതും സ്നേഹിക്കേണ്ടതും. ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും. ആ പ്രവാചകനെ ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരുപാട് വാചകങ്ങൾ വന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പ്രവാചകന്റെ ജന്മദിനം എന്ന് ചോദിച്ചാൽ എന്നാണ് ജനിച്ചത് എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ പ്രവാചകന്റെ മരണം എന്നാണെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിക്കൊണ്ട് രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട്. അത് കൃത്യമായിക്കൊണ്ട് രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി 1400 വർഷം കഴിഞ്ഞ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത് പ്രവാചകന്റെ സുന്നത്തിനെ പിന്തുടരുക എന്നുള്ളതാണ്. അതേ നമുക്കുള്ള പോംവഴി. അത് നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും എൻ്റെ സുന്നത്ത് പിൻപറ്റിയാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടാൽ അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കും. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കൂടി. സ്വർഗം കിട്ടണോ? ഒരു വിശ്വാസി അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്രവാചകനെ ഇഷ്ടപ്പെടണം. പ്രവാചകനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവർത്തികളും മൗനാനുവാദങ്ങളും പ്രവാചകൻ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുമ്പോഴേ അവൻ പ്രവാചകനോടുള്ള സ്നേഹം പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ആ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായതും രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ചെയ്തവരാണ് ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടു പുറത്തു മാപ്പാക്കി തന്നെ എന്നാണ്.